വെൽക്കം ടു പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ സദ്യക്ക് ഒരു 100 കൂട്ടം എന്നതിലെ ചെറിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ദാസനും പാടി ചേച്ചിയാണ്. ഇന്ന് ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ചുള്ള പാടി ചേച്ചി. നമ്മളത് ചെറുപയർ തോരനാണ് ഉണ്ടാക്കുന്നത്. അതിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ചെറുപയർ തോരൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. ഇമ്പോർട്ടന്റ് കറിയാണ്, എല്ലാവർക്കും അറിയാവുന്ന കറിയാണ്. പക്ഷെ നമ്മൾ ഈ കറി നമ്മുടെ സദ്യക്ക് ഒരു 100 കൂട്ടത്തിൽ ഒരു വിഭാഗമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തി. അപ്പൊ വെല്ലിൽ എണ്ണപ്പെടാവുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് മെയിൻ ആയിട്ട് 1/2 കിലോ ചെറുപയർ, കുതിർത്ത് വെച്ച ചെറുപയറാണ് 1/2 കിലോ എടുത്തിട്ടുണ്ട്. കറുവേപ്പില, ഉപ്പ്, തേങ്ങ, പച്ചമുളക്, കടുക്, എണ്ണ, വെള്ളം, ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇന്ന് നമുക്ക് ആവശ്യമുള്ളൂ. ചെറുപയർ 3, 4, 5 തരത്തിലുള്ള തോരൻ ഉണ്ടാവുമല്ലോ അല്ലേ? അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയുന്നതും ചെയ്യുന്നതുമാണ്. എന്നാലും നമ്മളത് 100 കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. പിന്നെ മസാല ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കറി വേറെ ഉണ്ട്. നമ്മളിത് എത്ര മണിക്കൂർ കുതിർത്തി വെച്ചാൽ? 5 മണിക്കൂർ മുമ്പ് കുതിർത്തി വെച്ചാൽ. അപ്പൊ കുതിർത്തി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് വേവിച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പൊ ഞാനത് ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ട് ഇതിൽ കൊട്ട, ഇതില് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. കുക്കറിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ കുതിർത്ത കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും പറഞ്ഞ പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അടച്ചു വെക്കാം. ചെറുപയർ വേവുമ്പോഴേക്കും ഈ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. പച്ചമുളക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതൊന്ന് വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പൊ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്. കുറച്ചുകൂടെ വേവട്ടെ, നമുക്ക് അടച്ചു വെക്കാം. പയറ് വെന്തോ നോക്കാം. അപ്പൊ നമ്മുടെ പയറ് നന്നായി വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് പൊട്ടിയിട്ടില്ല, പാകമാരി ആയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാം. ഇതൊന്ന് ഈ അരിപ്പയിലേക്ക് വെള്ളം വടിയാൻ വേണ്ടി വരിക്കൊട്ടാം. ചെറുപയർ നമ്മളിതിൽ വാരി കൊട്ടിയിട്ടുണ്ട്. അതൊന്ന് വെള്ളം വാരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് കടുക് വറക്കാം. പാൻ അടുപ്പിൽ വെച്ചു. ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായി ചൂടാവട്ടെ. നന്നായി എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ 4 മണിക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു തോരനാണത്. ചായക്കൊക്കെ കഴിക്കാൻ പറ്റും. ഇതിലേക്ക് 2 തണ്ട് കറുവേപ്പില ചേർക്കാം. ഇതിലേക്ക് നമ്മൾ
മാറ്റി വെച്ച് ചെറുപയർ ഇതിൽ ചേർത്ത് കൊടുക്കുക. വെള്ളമൊന്നുമില്ല കേട്ടോ, വെള്ളമൊക്കെ പോയിട്ട് നന്നായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ, 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിന് ഇതിലേക്ക് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ മേലെ ഒഴിച്ചു കൊടുക്കുക. ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അവിടെ ചെറുപയർ തോരൻ റെഡിയായി. ഇനിയിപ്പോ ടേസ്റ്റ് നോക്കൽ ചടങ്ങ്. അപ്പൊ ഭാഗ്യ ചേച്ചി, നമ്മുടെ സദ്യക്ക് ഒരു 100 കൂട്ടത്തില് ചെറുപയർ തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അതിന്റെ അറേഞ്ച്മെന്റ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവര് വളരെ കോമൺ കറിയാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. എന്തായാലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എത്രത്തോളം ഭാഗ്യ ചേച്ചിക്ക് അറിയും ഇത് ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഒരു ചായക്കും കഴിക്കാം. കാരണം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചില ആൾക്കാർ ചിലർ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കി കഴിക്കാം. 4 മണിക്ക് നമുക്ക് ചായക്കൊക്കെ കഴിക്കാം. 4 മണിക്ക് ചായക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതേപോലെ ചോറിൽ കഴിക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ഇതിനെ കൂടുതലൊന്നും പറയാനില്ല, എല്ലാവരും ഉണ്ടാക്കുന്നത് വളരെ കോമൺ കറി. അപ്പൊ ചെറുപയർ തോരൻ എല്ലാവർക്കും അറിയുന്ന കറിയാണ്, അറിയാത്തവർ ഉണ്ടാക്കാം. എന്നിട്ട് കമന്റ്സിലൂടെ ഞങ്ങൾ അറിയിക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ ബൈ.